Hi guys, welcome back to my YouTube channel. Hi guys. Hi. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളെല്ലാവരും കോഴിക്കോട് പോവുകയാണ്. അപ്പോൾ എത്ര നാളായി കോഴിക്കോട് പോയിട്ട്? എത്ര നാളായി കോഴിക്കോട് പോയിട്ട്? ചിറ്റയുടെയൊക്കെ കൂടെ ആദ്യമായിട്ടാണ് പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഒക്കെ ഉണ്ട്, എല്ലാ കസിൻസൊക്കെ ആയിട്ടാണ് പോകുന്നത്. മമ്മിയുടെ ഫാമിലി അപ്പോൾ ഫസ്റ്റിന് ഞങ്ങൾക്ക് ട്രാജഡി ഉണ്ടായിരുന്നു, ബാഗ് മറന്നുപോയി, പിന്നെ തിരിച്ചു വന്ന്. അപ്പോൾ ഞങ്ങൾ ടെൻഷനിലാണ് പോയത്. ഇപ്പോൾ സ്റ്റിൽ വി ആർ എന്താ പറയുക, സീറ്റൊക്കെ കിട്ടി, എല്ലാം കറക്റ്റായിട്ട് എല്ലാ സീറ്റൊക്കെ ഉണ്ട്. ചൂടെടുക്കുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അറിയില്ല, ഇനി കണ്ടൻറ്റൊക്കെ കിട്ടുമെന്ന് അറിയില്ല. നല്ല കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് എടുത്തുള്ളൂ. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. കാണാതെ അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ജോക്കുട്ടൻ ഡാനിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാൻ ഉറങ്ങാൻ പോവാണ്. കുടുംബക്കാർ കുറേ പേര് വ്ളോഗേഴ്സ് ഉണ്ട്. ഞാൻ എന്താ പറയുക, അവിടെ എത്തിയ ശേഷം കാണിക്കാം. ഇയാളുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം മിഷേലിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആർട്ട് ബൈ മിഷേൽ. അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി കോഴിക്കോട് എത്തിയിട്ട് അവിടെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ അവരെയൊക്കെ കാണിച്ചു തരാം. എന്നെ പ്രൊമോട്ട് ചെയ്യാൻ ഞാൻ വെക്കാം. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഞാൻ ആദ്യം ചെയ്തിട്ട് കുടുംബത്തിൽ തന്നെ ആരും ചെയ്തിട്ടില്ല. എന്ത് പറയാനാ ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എത്ര വീണാലും നമ്മൾ പോരാടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഒന്ന് പിടിക്കോ, ഒന്ന് അപ്പോൾ ജോസിയങ്കേനെ വെയിറ്റ് ചെയ്യാണ്. ജോസിയങ്ക വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പം ഞങ്ങളതാ നടക്കുകയാണ്. നമ്മ എപ്പോഴും ഇറങ്ങുന്നത് അവിടെ ഇരിക്കോട്ടെ, നോക്കണം ഇവിടെ നിന്നാലേ. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ജോസിയങ്ക വരാൻ വേണ്ടിയിട്ട്. Are you excited to see Ashimwada house? Yes. Manglish. First time alle? Yeah, it's the first time today. Okay. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രെയിൻ യാത്രയാണ്. അപ്പം ഞങ്ങളിപ്പോൾ കോഴിക്കോടാണുള്ളത്. ചിമ്മൂടെ ഹൗസ് വാമിങ്ങിന് വന്നേക്കാണ്. ഗ്യായ്മൊക്കെ പനിയാണ് ഗൈസ്. പിന്നെ ആൻഡ് ഞങ്ങളുടെ കുടുംബത്തിൽ കുറേ പേര് വ്ളോഗേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ചിറ്റയുടെ ഒക്കെ പ്രൊമോട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് എല്ലാവരും ആംഗ്ലോ വ്ളോഗ്സ് എന്ന ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക. അത് എന്താ പറയുക, അസൂയൊക്കെ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ ഗൈസ്, എന്താ നീ എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്, നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ട്, പക്ഷേ ഇപ്പം എല്ലാവരും ഇല്ല. ഞങ്ങൾ വന്നിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. എന്തെങ്കിലും പറയുന്നേ? ഇതൊന്നും നല്ല വ്യൂ ആണ് ഗൈസ്. ഇവിടുന്ന് ഫുഡൊക്കെ ഇങ്ങനെ ഉള്ളത് കാണാം. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഇൻട്രസ്റ്റഡ് ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് യുണോ കളിക്കണമെന്നുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. ഞങ്ങൾ യുണോ കളിക്കാൻ പോണേണ്. അടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ.
പോയതാണ്. ചിന്നു ചിന്നു ഇത് പക്ഷേ വ്ളോഗ് എടുക്കാൻ പറഞ്ഞിട്ട് നീ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പിന്നെ വെറുതെ വെക്കേണ്ടത്. ഡാമേജ് മൂവേ ഹായ് ഗായ്സ്, അപ്പം അതാ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. എന്താ മിഠായി തെരുവിൽ പോകാൻ പോകുന്നു കാരണം ഒരു ദിവസമുള്ളത്. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഫുഡൊക്കെ നല്ല അടിപൊളിയായി. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ ബീച്ചിൽ പോകാൻ പോകണമെന്നാണ് പറയുന്നത്. അറിയില്ല പോകാൻ പറ്റുമോ ഇല്ലയോ. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ ഇതിലാണ് നിൽക്കണേ. ബീച്ചിൽ വന്നിരിക്കുകയാണ്. മിലാനോടേക്കാം. മിലാൻ, ഈ ബീച്ചിൻ്റെ പേരെന്താ? ബട്ട് റോഡ് ബീച്ച്. അത് നിങ്ങളുടെ ഇവിടുത്തെ അടുത്ത് എൻട്രൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. എൻട്രൻസ് വന്നിട്ട് നല്ല ഭംഗി ഉണ്ടാവും ലൈറ്റ് ഇടുമ്പോൾ. യെസ്, ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് അകത്തോട്ട് പോകാം. ഓക്കെ, നല്ല ലൈറ്റ് ഒക്കെ ഇടാൻ രാത്രി ആകുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിരിക്കും. നൈറ്റ് ആകുമ്പോൾ വൈബായിരിക്കും ഗൈസ്. നമുക്കപ്പോൾ നൈറ്റ് വ്യൂ നമുക്ക് കാണിച്ചു തരാം. നൈറ്റ് വരെ ഉണ്ടാവുമെന്ന് അറിയില്ലട്ടോ. നമ്മള് വേഗം തന്നെ പോവാൻ അറിയത്തില്ല. നമ്മൾ ഗേൾസ് മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ്. എന്താ രസമുണ്ടല്ലേ ഇവിടെ? നൈസായിട്ട് സ്ഥലം. എടുത്തല്ലോ. കുറെ ആൾക്കാരുണ്ട്. എനിക്ക് ആൾക്കാർ കുറെ കാണുമ്പോ എനിക്ക് ഭ്രാന്ത് വരും. ഇതെന്താണ് അവിടെ കപ്പൊക്കെ വെച്ചേക്കണേ? അവിടെ എന്താ കപ്പൊക്കെ വെച്ചേക്കണേ? എന്തോ പരിപാടി നടക്കാണ് ഗൈസ്. കപ്പൊക്കെ വെച്ചിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ. നമ്മൾ ബീച്ചിന്റെ കൊറേ നാളായി ബീച്ചിലൊക്കെ പോയിട്ട്. നല്ല കാറ്റുണ്ട്. എപ്പോഴും കോഴിക്കോട് എന്ന് പറയുമ്പോൾ ബീച്ചാണ് മെയിൻ. രസമുണ്ട് കേട്ടോ, നല്ല ആംബിയൻസ് ആണ്. ഗുഡ് ആംബിയൻസ്. ഓ ഗോഡ്, സോ നൈസ്. പിള്ളേരൊക്കെ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൂ ഒക്കെ ഇട്ട്. ആ ഷൂ നല്ല ഇതെന്താ? നമ്മൾ ബീച്ചിലിറങ്ങാൻ പോകുന്നു. അതെ, ഈ കൊരങ്ങികൾ ബീച്ചിലിറങ്ങാൻ ഇറങ്ങാൻ മടിക്കുന്ന നിങ്ങളുടെ വ്ളോഗത്തിൽ കുളിക്കാത്തോണ്ടായിരിക്കും. വെല്ലുതര ചെല്ലി തിരയിലോട്ട്. തിര വരുമ്പോ പറയണേ, കാണാൻ പറ്റുള്ള. ഗായ്സ്, ഇത് കൂരിപ്പോരല്ലോ ഗായ്സ്.
തണുത്തിട്ടില്ലേ? തണുത്തിരിക്കുന്നു. കോഴിക്കോട് മെയിനായിട്ട് കല്ലുമ്മക്കായ. അത് കല്ലുമ്മക്കായുടെ ഇതില്ലേ മസാല വറുത്തിട്ട് നല്ല മാത്രം മതിയോ? കല്ലുമ്മക്കായ വേണ? മൂന്നെണ്ണം കഴിച്ചു നോക്കണേ. എടുത്തോ. എനിക്കല്ല വേണ്ടേ? എനിക്ക് വേണ്ടെന്നാ രണ്ടെണ്ണം ഇതന്നെ ഇവക്കാണ്. കോട് തിന്നണില്ല, ഇത് പൊട്ടിക്കണ്ടേ? പൊളിച്ച് നല്ല ഇഷ്ടമുണ്ട്. മസാല നടന്നുകൊണ്ടിരിക്കുകയാണ്. മിഠായി തെരുവ് പോലെ അങ്ങനെ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് നോക്കാൻ പോയി. ഞാൻ പറഞ്ഞില്ലേ കൊള്ളാം. കടയ്ക്ക് വന്നിരിക്കുകയാണ്. I'm so much tired, guys. Exhausted. വീട്ടിലെത്തി ഫ്രഷായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുകയാണ്? അൺബോക്സിംഗ് ദ ഇവിടെ ഒരു എന്താ സർപ്രൈസ് ഉണ്ടായിരുന്നു. അത് ഞാൻ റിവീൽ ചെയ്യുന്നതല്ല. വേറെ ഒരാളുടെ യൂട്യൂബ് ചാനൽ. ഇവർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ഇതിന്റെ അടിയിൽ പിൻ ചെയ്യുന്നതായിരിക്കും. ബോക്സ് ചെയ്തിട്ട് വരാം. അത്രയുള്ളൂ. ബൈ. എല്ലാം ഒന്നും കാണിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ ഇടയിലുള്ള ക്ലിപ്സ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഭയങ്കര ടയേർഡായതുകൊണ്ട് ഉറങ്ങിപ്പോയി ഗൈസ്. അപ്പോൾ ഇന്നലെ തിരക്കായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എത്ര മണിയാണ് ട്രെയിൻ? 6:20 ട്രെയിൻ. എല്ലാവരും കൂടി ഇരിപ്പുണ്ട് ഗൈസ്. അത്രേ ഉള്ളൂ. അറിയില്ല എങ്ങനെയൊക്കെയാണെന്നുള്ളത്. നോക്കി ഗൈസ്. ട്രെയിൻ കയറട്ടെ. ബായ് ഗൈസ്. അപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് അങ്ങനെയൊന്നും മിണ്ടാൻ പറ്റില്ല. കാരണം നല്ല തിരക്കായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മണ്ടയിൽ സ്ഥലം കിട്ടി. അപ്പോൾ അവിടെ കുറച്ച് നേരം ആദ്യമായിട്ട് ഞങ്ങൾ പുറത്തൊക്കെ ഇരിക്കുന്ന അവിടെ കുറച്ച് നേരം കിടന്നുറങ്ങി പാട്ടൊക്കെ കേട്ടിരുന്ന് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ചിറ്റയുടെ ഒരു പാട്ടൊക്കെ ഇരുന്നുണ്ട്. എൻ്റെ സൗണ്ട് ഇപ്പോൾ വല്ലാണ്ടിരിക്കണം കാരണം എനിക്ക് ചെറുതായിട്ട് കോൾഡ് ഉണ്ട് ഗൈസ്. ഫൈനലി ഞങ്ങൾ എറണാകുളത്തെത്തി ഗൈസ്. വ്ളോഗ് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക,